What is your name? Is Hana. Hyra? Yeah. Okay. What is your brother's name? Sky. What? Is Candace. Adam? Adam. Adam and? Duck. What is this? This is cone. Oh, what is this? I don't know. What is this? Yellow color? Is yellow color. Nice. Okay. And what is this? What is this, It's Aishu? watermelon. This one? It's green watermelon. Green watermelon. Okay, very good. And what is this? It's horse. Which color is this? It's orange horse. Orange and? What color is this? Is Aishu, what color is this? is This one. horse, orange. Orange and? Mm. What? This color? This one? It's black. Black. Yeah, very good. What is this? It's dark blue. Blue duck. Okay. And what about this? It's carrot. Which color is this? It's carrot. Okay. What color is this? What color? It's duck. What? Duck. Yeah, that is duck. Duck. And what is this? This one. This one. This one. It's banana. Banana. Mango banana. And what is this? It's bird. What? It's gonna go on the cut. It's cabbage. Cabbage. Okay. Cabbage is cut. Okay. Bye. I should say bye. Ma, it's on the photo again. ആവശ്യൻ്റെ ഫോട്ടോ എടുക്കാം. Ma, നോക്ക്. Ma, നോക്കാൻ പറ്റും. കണ്ടു. ഹൈസ എവിടെ ഐഷു? പാത്തുമ്മ കണ്ടു പൊന്നെ പൊന്നെ. കൊണ്ടുപോയ പൊന്നെ. ഐഷുവിൻ്റെ പൊന്നാരാ ഐഷു? ഹൈറ പൊന്ന. അസ്സലാമു അലൈക്കും. നല്ല രസമുള്ള സ്ഥലമല്ലേ ഇത്? നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്, വെള്ളയാണി എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്ത്. നല്ല രസമാണ് അവിടെ. അപ്പോൾ ഞാനിന്ന് ഷെയർ ചെയ്യുന്നത് റെസിപ്പീസൊന്നും അല്ല കേട്ടോ. ഞാനിന്ന് വെറുതെ ചുമ്മാ ഒരു വീഡിയോ ആണ്. ഞാൻ കുറച്ച് ദിവസം 2 ദിവസം ഞാൻ വീട്ടിലില്ലായിരുന്നു. എൻ്റെ അനിയത്തിയുടെ കൂടെ ചെറുതായിട്ട് ഡെലിവറി പോകേണ്ടൊരു കുഞ്ഞാവശ്യമുണ്ടായിരുന്നു. കുഞ്ഞല്ല, ഞാൻ വെറുതെ പോയതാണ്. അവൾക്കൊരു വലിയ ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ സർട്ടിഫിക്കറ്റ് എങ്ങാണ്ടോ കളക്ട് ചെയ്യാൻ എന്തോ എന്നെ പറ്റി വലിയ കാര്യങ്ങളൊന്നും എനിക്കറിയാൻ പാടില്ല. അപ്പോൾ അവളുടെ കൂടെ അങ്ങ് പോയതാണ്. പിന്നെ എൻ്റെ മക്കളെയൊക്കെ വീട്ടിൽ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോയത്. സുർജീൻ്റെ ഉമ്മ ഉണ്ടായിരുന്നു. അപ്പോൾ സുർജീൻ്റെ ഉമ്മ നമ്മുടെ വീട്ടിൽ ഉമ്മായും ആദമും അയാനും ഉണ്ടായിരുന്നു. പിന്നെ തൊട്ടപ്പുറത്ത് തന്നെയുള്ള എൻ്റെ ഉമ്മച്ചീൻ്റെ വീട്. അവിടെ ഹൈസാനെയും ഐഷുവിനെയും ഏൽപ്പിച്ചിട്ടാണ് പോയത്. പാവം എൻ്റെ മക്കളെ ഒറ്റയ്ക്കിട്ടിട്ട് ഞാൻ ഒരിടത്തും അങ്ങനെ പോകാറില്ല, മനസ്സ് വരാറുമില്ല. അത് ആർക്കും അങ്ങനെ മനസ്സ് വരുമെന്ന് തോന്നുന്നില്ല. എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. എന്ന് വെച്ചാൽ പാവം മക്കളെ ഇട്ടിട്ട് എങ്ങനെ പോകുന്നത്? അവർക്ക് എന്തെങ്കിലും പറയാനൊന്നും അറിഞ്ഞൂടല്ലോ. ഉമ്മ എവിടെയോ അപ്പ എവിടെയെന്നൊന്നും ചോദിക്കാൻ അവർക്ക് അറിഞ്ഞൂടല്ലോ. മനസ്സിലുണ്ടാവും, തുറന്ന് ചോദിക്കാനായിട്ട് അവർക്ക് അറിയാനുണ്ടാവില്ല. അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞാൻ മാക്സിമം ഒരു യാത്ര അങ്ങനെ ചെയ്യാറില്ല. നേരത്തെ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് പോലെ പാവം അഥവാ ഞാൻ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ തന്നെ എൻ്റെ മക്കൾക്ക് ഭക്ഷണം കൊടുത്ത് കുളിപ്പിച്ച് ഉറക്കിയതിന് ശേഷം ഉമ്മച്ചീൻ്റെ അടുത്ത് പയ്യെ കൊണ്ടുപോയി കിടത്തിയതിന് ശേഷമാണ് ഞാൻ പോകുന്നത്. ചിലപ്പോഴൊക്കെ ഞാൻ 4 മക്കളെ ഏൽപ്പിച്ചിട്ട് പോകുന്ന ദിവസങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോഴൊക്കെ പിള്ളേർ ഉറങ്ങി എണീറ്റിട്ടുണ്ടാവും. പിന്നെ എൻ്റെ പിള്ളേർക്ക് ഭക്ഷണം കൊടുത്ത് കുളിപ്പിച്ച് പിന്നെ ഉമ്മച്ചി വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കി, കുക്ക് ചെയ്ത്, വാപ്പാനെ നോക്കി, അനിയത്തീനെ നോക്കി, വീട്ടിൽ പിള്ളേരെന്ന് പറയുമ്പോഴത്തേനും ഐഷുവിനെ നോക്കാനൊക്കെ ഐഷു ഭയങ്കര ചട്ടമ്പിയാണ്. പിന്നെ ഹൈസ ഭക്ഷണം കഴിക്കാനൊക്കെ ഭയങ്കര മടിയുള്ള ഒരാളാണ്. പിന്നെ ആദമും അയ്യാനും പിന്നെ ബഹളത്തിൻ്റെ ആൾക്കാരാണ്. ഓട്ടം ചാട്ടം, സാധനങ്ങൾ പിടിച്ച് വലിച്ചിടുക. അപ്പോൾ എല്ലാവരെയും ഞാൻ ചില ദിവസങ്ങളിൽ ഞാൻ ചെയ്യുന്നത് ക്രൂരതയല്ലെന്നൊക്കെ ഞാൻ ആലോചിച്ചു പോകും. എല്ലാ ദിവസവും അല്ല, ചില ദിവസങ്ങളിലെങ്കിലും ഞാൻ അത്യാവശ്യ കാര്യങ്ങൾക്ക് പുറത്ത് പോവുകയാണെങ്കിൽ ഞാൻ ഉമ്മാനെ ഇങ്ങനെ ഏൽപ്പിച്ചിട്ട് പോകാറുണ്ട്. അപ്പോൾ അപ്പോഴൊക്കെ ഞാൻ വിചാരിക്കും പാവം എൻ്റെ ഉമ്മച്ചി എന്ത് വയ്യായ്ക ഉണ്ടെങ്കിലും ഒന്നും പുറത്ത് പറയാണ്ട് മക്കൾ വരുമ്പോഴത്തേനും എൻ്റെ ഉമ്മച്ചിക്ക് എൻ്റെ ഉമ്മ ഒന്നും നോക്കാറില്ല. പിള്ളേരെ നോക്കി എല്ലാവരെയും വീട്ടിലത്തെ എല്ലാ കാര്യങ്ങളും ടേക്ക് കെയർ ചെയ്ത് എൻ്റെ ഉമ്മാൻ്റെ ഹെൽത്തൊക്കെ ഉമ്മ മാറ്റി വയ്ക്കും. അല്ലെങ്കിൽ ഉമ്മച്ചി ബോധേഡല്ല ഉമ്മച്ചീൻ്റെ ഹെൽത്തിനെ പറ്റി.
പാവം നമ്മുടെ ഉമ്മമാരെ പോലെ നമ്മുടെ ഉമ്മമാർ മാത്രമേ ഉണ്ടാവുള്ളൂ. അതിൻ്റെ ആ ഒരു ത്രാസിൽ ഈക്വലൈസ് ചെയ്യാനായിട്ട് ആരെക്കൊണ്ടും കഴിയില്ല. പടച്ചവൻ അവർക്ക് ദീർഘായുസ്സും സന്തോഷവും സമാധാനവും ഒക്കെ കൊടുക്കട്ടല്ലേ. നമ്മളെ നോക്കി നമ്മുടെ മക്കളെ നോക്കി അവരുടെ ജീവിതമൊക്കെ ഇങ്ങനെ മക്കൾക്ക് വേണ്ടി ഇങ്ങനെ പോവാണ്. അപ്പോൾ ഞങ്ങൾ പോയി എന്താ ഭക്ഷണം എൻ്റെ പരിപാടി ഭക്ഷണം കഴിച്ച് നിൽക്കുക എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് വേറെ പരിപാടിയൊന്നുമില്ലല്ലോ. പിന്നെ അവളുടെ കൂടെ പോവുക, വരിക, ഇരിക്കുക, കഴിക്കുക, ഇതൊക്കെ തന്നെ. ഇത് നമ്മൾ ഫ്ലൈറ്റിൽ കയറിയപ്പോഴത്തേനും കിട്ടിയ ഫുഡാണ്. എന്തോ ഒരു ഭക്ഷണം അത് കഴിച്ച് ഒന്നുമില്ല. ഓംലേറ്റ് ഇതൊക്കെ നമ്മൾ വീട്ടിലാണെങ്കിൽ സൈഡാക്കി കഴിക്കുന്ന ആഹാരമില്ല. അവിടെയൊക്കെ അത് മെയിനാണെന്ന് തോന്നുന്നു. ഫ്ലൈറ്റിലത്തെ ഫുഡ് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെ ആണല്ലോ. നമുക്ക് അല്ലെങ്കിൽ ഈ ഇംഗ്ലീഷ് ഫ്രഞ്ചൊന്നും പിടിക്കാത്തതുകൊണ്ട് നമുക്ക് ഈ നാട്ടിലത്തെ ഭക്ഷണമേ പറ്റുള്ളൂ. പിന്നെ ഡൽഹിയിലൊക്കെ ആണെങ്കിൽ എനിക്ക് പൊതുവേ എനിക്ക് വലിയ താല്പര്യമില്ലാത്തൊരു സ്ഥലം കൂടിയാണ്. അല്ല അങ്ങനെയല്ല, ഒരു ഹൈജീൻ്റെ പ്രശ്നമൊക്കെ അവിടെ ഒത്തിരി ഉള്ളതുപോലെ തോന്നിയിട്ടുണ്ട്. പിന്നെ അവിടുന്ന് ഞാൻ വലിയ ഫുഡും സ്ട്രീറ്റ് ഫുഡ് അങ്ങനെ ഒന്നും എനിക്ക് പോകാനും തോന്നിയില്ല. അങ്ങനെ പുറത്തോട്ടൊന്നും എനിക്കൊരു സുഖം തോന്നിയില്ല. പുറത്തോട്ടൊക്കെ ഇറങ്ങി ഭക്ഷണം കഴിക്കാനൊന്നും എനിക്കെന്തോ ഒരു ശരിയായില്ല. അതുകൊണ്ട് റൂമിൽ ഇരുന്ന് തന്നെയാണ് ഭക്ഷണം ഓർഡർ ചെയ്ത് കഴിക്കായിരുന്നു. നല്ല ഫുഡ് ഞാൻ നല്ല ഒത്തിരി ഇങ്ങനെ റെഫർ ചെയ്ത് നോക്കി നല്ല ഭക്ഷണം മാത്രം ഇങ്ങനെ നമുക്ക് എത്രയായിരുന്നാലും നമുക്ക് അറിഞ്ഞൂടല്ലോ. വെൽ പാക്ഡായിട്ട് വരും, എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്കറിയാൻ പാടില്ല. എന്തോ വിസ്മി പറഞ്ഞങ്ങനെ കഴിച്ചു എല്ലാം, അത്രയേ ഉള്ളൂ. പിന്നെ ഭക്ഷണം കഴിച്ച് ഫസ്റ്റ് ഡേ വലിയ പരിപാടികളൊന്നും ഇല്ലായിരുന്നു. പോയി റെസ്റ്റ് എടുത്ത് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് ഒന്ന് പുറത്തൊക്കെ പോയി റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ദിവസമായിരുന്നു ഫസ്റ്റ് ഡേ അതങ്ങനെ പോയി. നെക്സ്റ്റ് ഡേ ആയിരുന്നു ഇവർക്ക് സർട്ടിഫിക്കറ്റ് കളക്ട് ചെയ്യാനൊക്കെ പോകേണ്ടിയിരുന്നത്. പിന്നെ ഭയങ്കര സന്തോഷമൊക്കെ ആയി. പക്ഷേ സർട്ടിഫിക്കറ്റൊക്കെ കിട്ടിയ സന്തോഷമാണ് അവളുടെ മുഖത്ത് കണ്ടത്. പിന്നെ അതിന് ശേഷം പിന്നെ ഏതൊരു ഷോപ്പിൽ അങ്ങനെ ഇവിടുത്തെ പോലെ വലിയ റെസ്റ്റോറൻറ്റ്സ് ഒന്നും അങ്ങനെ ഞാൻ കണ്ടില്ല. പിന്നെ ഉള്ളതിൽ തമിഴ് ഭേദം തൊമ്പൻ എന്നുള്ള മട്ടിന് ഉള്ള 2-3 കഫേ അങ്ങനെയൊക്കെ കയറി ഭക്ഷണം കഴിച്ചു. പിന്നെ ലസ്സി കുടിക്കാണ്ട് എങ്ങനെയാണ് ഡൽഹിയിൽ നിന്ന്, അതുകൊണ്ട് നല്ലൊരു ഷോപ്പ് കണ്ടുപിടിച്ച് ലസ്സി കുടിച്ചിട്ട് അപ്പത്തേനും സമയം ഒത്തിരിയായി. പിന്നെ ഭയങ്കര റഷിലാണ് എയർപോർട്ടിൽ പോയതും. പിന്നെ ഒരു ഉറക്കം ഇറങ്ങി എണീറ്റപ്പോഴത്തേനും സ്ഥലമെത്തി. പിന്നെ തിരിച്ച് റിട്ടേൺ വന്നപ്പോഴത്തേനും കിട്ടിയ ഭക്ഷണം ഒട്ടും അങ്ങോട്ട് ശരിയായില്ല എന്നല്ല, ഞാൻ കഴിച്ചില്ല. എന്തോ ഒരു സംഭവം എന്താണെന്ന് എനിക്ക് മനസ്സിലായതേ ഇല്ല. രാജ്മയ അല്ല, അറിയാത്ത പേര് പറയണ്ടല്ലോ അല്ലേ. എന്തോ ഇഡ്ഡലിയും അല്ല, ബണ്ണും അല്ലാത്തൊരു സാധനം. പിന്നെ എന്തോ ഒരു കറി, അതെനിക്ക് മനസ്സിലായതേ ഇല്ല. ഒരു ടേസ്റ്റും എനിക്ക് പിടികിട്ടിയില്ല. പിന്നെ അനിയത്തിക്ക് നമ്മുടെ വെർമസലി പോലത്തെ ഒരു സാധനവും പിന്നെ ചിക്കൻ സ്റ്റൂ പോലത്തെ ഒരു സാധനം. പക്ഷേ അതിൻ്റെ ഒരു ടേസ്റ്റേ അല്ല രണ്ടിനും. എന്തോ ഒരു ഉപ്മാവിൻ്റെ ടേസ്റ്റായിരുന്നു വെർമസലിക്ക്. സ്റ്റൂ എന്നൊക്കെ പറയുന്നു, സ്റ്റൂ അല്ലായിരുന്നു അത്. ഞാൻ പിന്നെ ഭക്ഷണം കഴിച്ചില്ല. ഞാൻ നേരത്തെ ഓൾറെഡി പനീറൊക്കെ കഴിച്ചതുകൊണ്ട് ഞാൻ കഴിച്ചില്ല. ഞാൻ പിന്നെ അതുപോലെ തന്നെ അടച്ചു വെച്ചു. ഭക്ഷണം വേസ്റ്റാക്കുന്ന ഇഷ്ടമല്ലെങ്കിലും കഴിക്കാൻ പറ്റില്ല. കുട്ടി ഡെസേർട്ട് കിട്ടിയത് അത് മൊത്തം കഴിച്ചേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ, അസ്സലാമു അലൈക്കും.